നമസ്കാരം. ഞാനിപ്പോഴുള്ളത് ജീവകാരുണ്യ പ്രവർത്തകൻ ശ്രീ ജയൻ അമൃതയോടൊപ്പമാണ്. ശ്രീ ജയൻ, അങ്ങയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് എടുത്തു പറയുവാൻ പറ്റുന്നത് അമൃത ബ്ലഡ് ഡൊണേഷൻ കേരള എന്നുള്ള ലേബലിൽ കേരളത്തിലുടനീളം ബ്ലഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊരു വിഷയം വന്നാലും താങ്കളെ സമീപിച്ചാൽ മതി എന്നുള്ളത് പലരും എന്നോട് തന്നെ ഈ ബ്ലഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാസത്തിൽ നിൽക്കുമ്പോഴും ഞാൻ ഇങ്ങനെ പല ഗ്രൂപ്പുകളിലും കാണുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ജയന്റെ പേരാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്. ഇത് എങ്ങനെ മാനേജ് ചെയ്യുന്നു? നമ്മള് കേരളത്തിലെ 14 ജില്ലകളിലും ഈ ബ്ലഡ് ഡൊണേഷനുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പ്രവർത്തനം വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാൽ 14 ജില്ലയിൽ ഇല്ലെങ്കിലും പരമാവധി ഒരു തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പിന്നെ എറണാകുളം, അങ്ങനെ കുറേ അധികം ഏറ്റവും കൂടുതലായിട്ട് കോട്ടയം, ഏറ്റവും കൂടുതലായിട്ട് ബ്ലഡ് ഡൊണേഷൻ നടത്തുന്ന ജില്ലകളാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞത്. ഇത്രയും കോഴിക്കോട് ഉണ്ട്, മലപ്പുറം ഉണ്ട്, എല്ലാം ഡോണർമാരുണ്ട്, കോർഡിനേറ്റേഴ്സ് ഉണ്ട്. പക്ഷേ എന്നാലും അത്രയധികം ബ്ലഡ് ഡൊണേഷൻ നമുക്ക് അങ്ങോട്ട് വ്യാപിച്ചിട്ടില്ലെന്ന് വെച്ചാൽ ബ്ലഡ് ഡൊണേഷൻ നടക്കുന്നുണ്ട്, പക്ഷേ എന്നാലും വളരെ കുറച്ചേ ഉള്ളൂ. മറ്റേതെന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലാകുമ്പം നമുക്കൊരു 6-7 കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ 6-7 കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാം ഇപ്പം നമ്മൾ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ കഴിഞ്ഞ 12 വർഷമായി അമൃത ബ്ലഡ് ഡൊണേഷൻ കേരള 500 പേർക്ക് തിരുവോണക്കോടിയും ഒരു നേരത്തെ തന്നെ വന്ന പരിപാടി നടത്തി വരാറുണ്ട്. ഈ പരിപാടിയിൽ, ഈ വർഷത്തെ പരിപാടിയിൽ നമ്മൾ 14 ജില്ലകളിൽ 12 പേരെ, 14 ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുത്താണ്. പക്ഷെ 12 പേരെ എത്തിയുള്ളൂ. 12 പേരെ നമ്മൾ അവിടെ ആദരിക്കുകയുണ്ടായി. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്നും നിങ്ങളൊക്കെ ഓരോ കാര്യങ്ങൾ എന്നെ വിളിച്ചൊരു ബ്ലഡിന്റെ റിക്വസ്റ്റ് പറയുന്ന സമയത്ത് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കണമെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് വിളിച്ച് അവരുടെ കഷ്ടപ്പാടും കൂടാണ് നമ്മുടെ ഈ ബ്ലഡ് അവർക്ക് ഈ പേഷ്യന്റിന് എത്തിച്ചു കൊടുക്കുന്നത്. ആ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാനടക്കമുള്ള സമൂഹം ബ്ലഡ് ഡൊണേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ഒരുപാട് നല്ല സൗഹൃദങ്ങളാണ് ഈ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ കൂട്ടായി നിൽക്കുന്നത്. അതാണ് എൻ്റെയും അമൃത ബ്ലഡ് ഡൊണേഷൻ കേരളയുടെയും ബലം. തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിക്കുന്നത്, കാരണം നിങ്ങൾക്ക് ഈ പെട്ടെന്ന് ഈ ബ്ലഡിന്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് താങ്കളെ ആരെങ്കിലും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കോർഡിനേറ്ററെ ആണോ താങ്കൾ ബന്ധപ്പെടുന്നത്? ഇപ്പം കരുനാഗപ്പള്ളി താലൂക്കിലാണെങ്കിലോ കൊല്ലം ജില്ലയിലാണെങ്കിലോ ചില സമയത്ത് എൻ്റെ വണ്ടി, എനിക്കൊരു വണ്ടിയുണ്ട്, അമൃത ബ്ലഡ് ഡൊണേഷൻ കേരള എന്ന് അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. ഈ വണ്ടിയിൽ അന്നേരം നമുക്ക് ഡൊണേഷനെ അന്നേരം കിട്ടിയാൽ 1 രൂപ പോലും വാങ്ങാതെ ഏത് ഹോസ്പിറ്റലാണെന്ന് വെച്ചാൽ അവിടെ ഞാൻ എത്തിച്ച് അവിടെ ബ്ലഡ് കൊടുത്തിരിക്കും. കൂടാതെ തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഇപ്പം ഹോസ്പിറ്റലിൽ RCC വരുന്നു, അപ്പം തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിജയലക്ഷ്മി മേഡത്തെ വിളിക്കും. അവിടുത്തെ HOD വിളിച്ചിട്ട്, മേഡം എനിക്ക് എൻ്റെ കേസാണ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ 1-2 യൂണിറ്റ് ബ്ലഡ് മേഡം കൊടുക്കും. മെഡിക്കൽ കോളേജിലാണെങ്കിൽ ബീന മേഡത്തിനെ വിളിക്കും. അങ്ങനെ ഓരോ ഹോസ്പിറ്റലിലും നമുക്ക് ഓരോ ആൾക്കാരുണ്ട്. കൊല്ലം ജില്ലയിലാണെങ്കിൽ മനോജ് സാറുണ്ട്, മനോജ് സിൻഹ സാറിനെ വിളിക്കും. അങ്ങനെ നമ്മൾ വിളിച്ച് പറയുന്നതനുസരിച്ച് അവർ കൊടുക്കും. കാരണം എന്താണ്, നമ്മൾ പിന്നെ ഡോണർമാരെ തിരിച്ചു കൊടുക്കും എന്നുള്ളത് കൊണ്ടാണ് അവർ നമ്മൾ വിളിച്ച് പറഞ്ഞാൽ അവരെ കേൾക്കുന്നത്. ശ്രീ ജയൻ അമൃത, നിങ്ങൾ ജീവകാരുണ്യ പ്രവർത്തകൻ എന്ന നിലയിൽ ഈ ബ്ലഡ് ഡൊണേഷൻ കൂടാതെ തന്നെ ഈ ഒട്ടനവധി സാധാരണപ്പെട്ടവരുള്ള ഒരു മേഖലയിലാണ് താങ്കൾ താമസിക്കുന്നത്. ഒരുപാട് വിഷയങ്ങൾ താങ്കളെ തേടി എത്തും എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണ്. രോഗികൾ, അശരണരായ ഒട്ടനവധി ആളുകൾ, ഇവർക്കൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള മാസം തോറും ഏതെങ്കിലും മരുന്നുകൾ, മറ്റ് പലവ്യഞ്ജനങ്ങൾ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എത്തിക്കാറുണ്ടോ? പ്രിയപ്പെട്ട സുഹൃത്തും സ്നേഹിതനുമായ നിസാർ കൊച്ചാലമൂട്, താങ്കൾ ഗൾഫിൽ നിൽക്കുമ്പോഴെല്ലാം എൻ്റെ പല ലൈവുകളും കണ്ടിട്ടുണ്ടാവും. കാരണം നമ്മൾ പൊതുവായിട്ട് ഒരാളിൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും കൈ നീട്ടി അല്ലെ ഒരു സീറ്റ് പിരിച്ച് പിരിവായിട്ട് ഒരു ചാരിറ്റി പ്രവർത്തനം നടത്തില്ല. ഞാൻ കുറേ നാളുകളായി ഏകദേശം 3 പേർക്ക് നമ്മൾ എല്ലാ മാസവും മെഡിസിൻ കൊടുക്കുന്നുണ്ട്. കൂടാതെ വാട്ടർ ബെഡ്, എയർ ബെഡ്, പിന്നെ വാക്കർ, വീൽ ചെയർ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ, ഒരു മരണാനന്തര കർമ്മം,
വിവാഹ ചടങ്ങുകൾ, ഇതൊക്കെ വരുന്ന സമയത്ത് വളരെ നന്മയുള്ള കുറേ ആൾക്കാർ എന്നെ തേടിയെത്താറുണ്ട്. എന്താണ് കാര്യമെന്നറിയോ? എൻ്റെ കണക്ക് എൻ്റെ മകളുടെ വിവാഹമാണ്, എനിക്കൊരു ജയനമൃത പലരെയും സഹായിക്കുന്ന ആളാണ്, നിങ്ങൾക്കൊരു വീൽ ചെയർ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ നൽകാം, അതുകൂടാതെ എയർ ബെഡുകൾ, വാക്കർ, അങ്ങനെ പല പല കാര്യങ്ങൾ, നല്ല നല്ല ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഉത്തമമായ കുറച്ച് എക്യുപ്മെൻസുകൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം അഭയ ഫാത്തിമ എന്ന് പറഞ്ഞ ഒരു കുട്ടി മാതാവ് എന്നെ വിളിക്കുകയുണ്ടായി, ഒരു ഓക്സിജൻ കോൺസെൻട്രേറ്ററുമായി ബന്ധപ്പെട്ട്. നിമിഷ നേരമായിട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ട്, ബെഹ്റിനിൽ ഇരുന്നു കൊണ്ട് ഗീത വേണുഗോപാൽ എന്ന് പറഞ്ഞ ഒരു മേഡം, അവരെന്നെ കോട്ടയംകാരിയാണ്, അവരെന്നെ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ടിട്ട് ഞാൻ തന്നിരിക്കുക 58,000 രൂപ വിലയുള്ള ആ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഞാൻ കൊടുക്കാം എന്ന് പറയുകയും നിമിഷ നേരം 2 ദിവസം കൊണ്ട് എനിക്ക് ആ എറണാകുളത്തുനിന്ന് ഓക്സിജൻ കോൺസെൻട്രേറ്റർ എത്തിച്ചേരുകയും ചെയ്തു. അപ്പോൾ അതുപോലുള്ള ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഞാൻ ചെയ്യുന്ന കർമ്മം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഈ നാട്ടിലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ധർമ്മം എന്താണ്? അപ്പം നമ്മൾ ഒരേ കാര്യം പറയുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ കർമ്മഫലം ഇച്ഛിക്കരുതെന്നാണ്. പക്ഷെ നമ്മൾ ഒരു ഫലവും ഇച്ഛിച്ചിട്ടില്ല. നമുക്ക് ഇതുപോലുള്ള നിർദ്ധരായ രോഗികൾക്കായാലും, നമുക്ക് നമ്മളെക്കാട്ടി കുറഞ്ഞ് താഴ്ന്ന ആൾക്കാർക്കായാലും അവർക്ക് എന്തെങ്കിലും ഒരു സഹായം എത്തിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് കഴിഞ്ഞാൽ, അത് ഏറ്റവും വലിയൊരു പുണ്യമായിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്കളും നിസാർ കൊച്ചാലുമോള്, താങ്കൾ ഈ ചോദ്യം ചോദിച്ചു, താങ്കളും എന്നെ ഒരുപാട് സഹായിക്കാറുണ്ട്. പല ലൈവിലൂടെയും ചെയ്ത കർമ്മങ്ങൾക്ക്, അത് ചെയ്ത ലൈവുകൾ കണ്ടുകൊണ്ട് നിങ്ങളും എന്നെ സഹായിച്ചിട്ടുണ്ട്. അതിനും വളരെ നന്ദി. താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമായിരുന്നു. എന്നെ വിസ്മയിപ്പിച്ചത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് ട്രോഫികൾ, അതായത് താങ്കൾ ഇരിക്കുന്നതിൻ്റെ പുറകിൽ സ്ഥല പരിമിതി ഉണ്ടായിട്ട് പോലും, കാരണം വെക്കാൻ സ്ഥലമില്ലാത്ത ഒരവസ്ഥയിൽ ഒട്ടനവധി, ഇത് കൂടാതെ തന്നെ ഈ വെച്ചേക്കുന്നത് കൂടാതെ തന്നെ ഒട്ടനവധി ട്രോഫികൾ ഒക്കെ കാണിച്ച്, ഇതെല്ലാം ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? ഇത് തിരുവനന്തപുരം മുതൽ ഡൽഹി മുതൽ തിരുവനന്തപുരം വരെയുള്ള ഡൽഹി മുതൽ തിരുവനന്തപുരം വരെ പോയി ഈ മൊമെൻറ്റോ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ഒരുപാട് വിളിക്കാറുണ്ട്. പക്ഷേ സമയപരിമിതികൾ കൊണ്ട് പോകാൻ സമയമില്ല. എങ്കിലും ചില ആൾക്കാർ പറയും അവന് ഒരു വലിയ ആളായിപ്പോയി അതുകൊണ്ടാണ് ചെല്ലാത്തതെന്ന്. പക്ഷെ ഒരിക്കലുമല്ല. എൻ്റെ സമയപരിമിതി, എനിക്ക് ഒരു സ്ഥാപനമുണ്ട്, ആ സ്ഥാപനത്തിനകത്ത് 3-4 ജോലിക്കാരുണ്ട്. അപ്പോൾ അവരെയും നോക്കണം, എൻ്റെ കുടുംബവും എനിക്ക് നോക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് സമയപരിമിതികൾ കൊണ്ട് മാത്രമാണ് ഇത്രയും ദൂരത്തെങ്ങും പോയി ഇപ്പോഴും ഒരു വിളിച്ചിരുന്നു. അപ്പോൾ എനിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അത് ബെൻഡിങ് വെച്ചിരിക്കുന്നത്. ഈ ഡൽഹിയിൽ നിന്നുള്ള മൊമെന്റോ ഏത്? ഇന്ത്യൻ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ അതിന്റെ ഫൗണ്ടേഷന്റെ കിട്ടിയത്. രാജീവ് ഭവനിൽ വെച്ചാണ് എനിക്കത് കിട്ടിയത്. നമ്മുടെ പ്രിയപ്പെട്ട ജയൻ ഒരുപാട് പേരുടെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ സജീവമാകുന്ന, ബ്ലഡുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ സജീവമാകുന്ന അദ്ദേഹത്തിന്റെ വാഹനത്തോടൊപ്പം അദ്ദേഹം ഇപ്പം നമ്മളുമായി ഇച്ചിരി നേരം പങ്കിടുകയാണ്. പറഞ്ഞോളൂ ജയൻ. 2004 എടുത്ത ആൾട്ടോ കാറാണ് ഈ കിടക്കുന്നത്. ഇത് 2004 എടുക്കാനുള്ള കാരണം എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയതുകൊണ്ട് മാത്രമാണ് എടുത്തത്. പക്ഷേ അതിനുശേഷം ഇതേവരെയും ഇപ്പം ചെറിയ പണിക്ക് കയറ്റി ഒന്ന് വൃത്തിയാക്കുന്നുണ്ട്. പക്ഷേ ഇതേവരെയും എത്രയോ പേരുടെ ജീവൻ രക്ഷിച്ചതെന്ന് എനിക്ക് പോലും അറിയില്ല. ഈ വണ്ടി ഞാനും കൂടെ എത്രയോ പേരുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയുള്ളൂ. പക്ഷേ ഏതോ ഒരു ഭാഗ്യത്തിനാണ് ഈ ഒരു വണ്ടി എനിക്ക് കിട്ടിയത്. പല ആൾക്കാരും വില വന്ന് പറഞ്ഞു കൊടുത്തില്ല. ഇപ്പോഴും ആ ടെസ്റ്റ് പണിക്ക് വേണ്ടി പൊന്നാക്കിയിട്ടിരിക്കുക. എൻ്റെ പൊന്നു മോനാണിത്. അത്രയ്ക്കും സ്നേഹിക്കുന്നുണ്ട് ഈ വണ്ടിയെ. ഈ വണ്ടിയെ സ്നേഹിക്കും പല ആൾക്കാരും വന്ന് വില പറഞ്ഞു. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചത് കൊടുത്തിട്ട് വേറൊരു വണ്ടി എടുക്കാം. പിന്നെയും വിചാരിച്ചേ എന്നെ എങ്ങും വഴിയിൽ കിടത്തിയിട്ടില്ല. എത്രയോ പേരുടെ ജീവൻ രക്ഷിച്ചത് ഇത് ഇവിടെ തന്നെ കിടക്കും. അതുകൊണ്ടാണ് ഇത്രയും ഇപ്പം ഏകദേശം 50,000 രൂപ എടുത്ത് ചിലവാകും ഇപ്പം ഈ വർക്ക് ചെയ്ത് തീർക്കണമെന്നുണ്ടെങ്കിൽ. മൊത്തം വർക്ക് ചെയ്ത് തീർക്കണം. ഇത്രയും വർക്ക് ചെയ്ത് ഈ സ്നേഹത്തോടെ ഈ മോനെ ഞാൻ ഇറക്കുന്നത് ഇനിയും ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ്. അതോടൊപ്പം താങ്കളുടെ മേഖല ഏതാണ്? എനിക്ക് എഞ്ചിനീയറിംഗ് യൂണിറ്റ് ആണ്.
4 പേരോളം 4-5 പേരോളം തൊഴിലാളികൾ. പേര് പറഞ്ഞോളൂ. അമൃത എഞ്ചിനീയറിംഗ് വർക്ക്സ്, അതിനാട്. ജയൻ, അമൃത, നിങ്ങൾ ഈ ഓച്ചറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും അനാഥരായ അമ്മമാർക്ക് ഓണപ്പുടവയും ഭക്ഷണവും ഒക്കെ വിതരണം ചെയ്യുന്ന ഒരു പദ്ധതി ഉണ്ടല്ലോ. അത് തുടക്കം 5 പുടവയിൽ നിന്നാണെന്ന് പറയുന്നു. ഈ 12 വർഷം കൊണ്ട് ഈ 2024 സെപ്റ്റംബർ ഈ മാസം നമ്മൾ ഓണം ആഘോഷിച്ചപ്പോൾ ഈ 5-ൽ തുടങ്ങിയത് ഇത്രയും വലുതായി തന്നെ വ്യാപകമായി തന്നെ 500-ലെത്തുന്നതിൻ്റെ ആ ഒരു അനുഭൂതി ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അത് ഇത് തുടങ്ങാനുള്ള ഒരു കാരണവും കൂടെ ഇല്ല. അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ അമ്മ എന്നെ നോക്കിയിരിക്കുക, മുകളിൽ നോക്കിയിരിക്കുക അമ്മ. അപ്പം അമ്മ ക്യാൻസർ ബാധിച്ച് 8 വർഷമായി ചികിത്സയിലായിരുന്നു. അപ്പം ഈ 28-ാം ഓണത്തിന് അടുത്ത ആണ്ട് വരികയാണ്. ഈ വരുന്ന 28-ാം ഓണത്തിന് അപ്പം അമ്മ ക്യാൻസർ ബാധിച്ച് 120 ദിവസമാണ് മെഡിക്കൽ കോളേജിലും RCCയിലുമായി കിടന്നത്. അപ്പോൾ ആ സമയത്ത് അമ്മ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, തീരെ നിവർത്തി കെട്ട് കിടക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം മോനെ പെട്ടെന്ന് തന്നെ ചെയ്യൂ എന്ന് അമ്മയുടെ രോഗശാന്തിക്ക് അമ്മയ്ക്ക് തോന്നിയതാവാം, അങ്ങനെ പറഞ്ഞു. അപ്പം എനിക്ക് പെട്ടെന്ന് കണ്ടെത്താൻ സാധിച്ചത് ഓച്ചിറ അമ്പലത്തിലാണ്. അമ്മ പറഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പം അവിടെ ഒരു ചടങ്ങുണ്ട്, കൈ കാല് ആളുരൂപങ്ങൾ വാങ്ങി വെക്കുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിൽ അപ്പം ഞാൻ പോയി ഒരു ആളുരൂപം അമ്മയ്ക്ക് വേണ്ടിയിട്ട്, അമ്മയുടെ രൂപം അങ്ങനെ ഒരു ഇതുണ്ട് അവിടെ വച്ചന. അപ്പം ആ ആളുരൂപം വാങ്ങി വെക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ പോയത്. അപ്പോൾ അമ്മ പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ കൊടുത്തു, ഇവർക്ക് ഈ കൈയും കാലും ഒക്കെ ഒടിഞ്ഞ് കിടക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു സഹായം എന്നെ കിട്ടും. അങ്ങനെയാണ് ഞാനൊരു 5 മുണ്ട് വാങ്ങി, സെറ്റ് മുണ്ട് വാങ്ങി അവിടെ കൊടുക്കാനുള്ളത്. കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവിടുന്ന് പോരാൻ സാധിച്ചില്ല. കാരണം 5 പേർക്ക് കൊടുത്തു കഴിഞ്ഞപ്പം എന്നെ ചീത്ത വിളിക്കാൻ വരെ അവിടെ ആളായി, തെറി വിളിക്കാൻ വരെ ആളായി. കാരണം മറ്റുള്ളവർക്ക് കിട്ടാത്തതുകൊണ്ട്. അവിടെ 500-ലധികം അന്തേവാസികളുണ്ട് ഓച്ചിറയെ, അനാഥരും അല്ലാത്തവരും എല്ലാവരും. പക്ഷെ ഒരാളിന് കൊടുത്ത് മറ്റൊരാളെ കിട്ടിയില്ലെന്ന് കണ്ടപ്പം പല പല സ്വഭാവക്കാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ സ്വഭാവത്തിൻ്റെ രീതിയിൽ എനിക്ക് വളരെ വിഷമമായിപ്പോയി. ആ 5 എണ്ണം ഞാൻ കൊടുത്തിട്ട് എനിക്ക് എങ്ങും തികയാതെ വന്നു. അങ്ങനെ ഒരു വല്ലാത്ത എല്ലാവരും വന്ന് കൈ നീട്ടും, ഞങ്ങൾക്ക് താ. അപ്പം പിന്നെ ഞാൻ ആലോചിച്ച് അത് പറ്റത്തില്ല, എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുക. അങ്ങനെയാണ് അടുത്ത വർഷം ഒരു 100 എണ്ണത്തിൽ ചെയ്തത്. അപ്പോൾ 100 എണ്ണം ചെയ്യുമ്പോഴും ഞാനും എൻ്റെ ചേട്ടനും കുറച്ച് സഹോദരങ്ങളും കൂടാണ് അത് ചെയ്തത്. അപ്പം അന്നേരം അവർക്കും ഭക്ഷണവും കൂടെ കൊടുക്കണം. പക്ഷെ ഇതൊന്നും കൊണ്ടുവന്ന് അവിടെ തികയത്തില്ലെന്ന് 100% ബോധ്യമായി. പക്ഷേ ഇതുപോലൊരു സംഭവം ചെയ്തു വരണമെങ്കിൽ ഏകദേശം ഒരു 3 ലക്ഷം രൂപയെങ്കിലും ഇല്ലാതെ ചെയ്തു വരാൻ പറ്റത്തില്ല. അപ്പം എനിക്കാണെങ്കിൽ ഒരാളിൻ്റെ കയ്യിൽ നിന്ന് ഒരു 100 രൂപ കൈ നീട്ടി ഈ ഒരു കാര്യത്തിന് വേണ്ടി ചോദിക്കാൻ മടിയും. അപ്പം ഞാൻ അന്നേരം കണ്ടെത്തിയ ഒറ്റ ഐഡിയ ആണ്, ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ ഓരോരുത്തർ ഇതേപോലെ ഞാൻ 2-3 കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ചെയ്താൽ, ഞാൻ ഇവിടുത്തെ നമ്മുടെ മഹേഷ് MLA യും XMLA ആയിരുന്ന മരിച്ചുപോയ രാമേന്ദ്ര സാറും ഒക്കെ ആയിട്ട് 2 കുഞ്ഞുങ്ങളുടെ കാര്യം ചെയ്യുന്നു, ഒരു കരൾ മാറ്റ ശസ്ത്രക്രിയ ചെയ്ത്, ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം അതിനകത്ത് അപ്പം ഞാൻ ചോദിച്ചു, ഈ ലൈവിൽ കൂടെ ഞാൻ ഈ മുണ്ടൊന്ന് ചോദിച്ചു നോക്കി ആരെങ്കിലും തരുമോ എന്ന്. അങ്ങനെ ഞാനൊരു ലൈവ് ചെയ്തു. ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ അനാഥരായ 500-ലധികം അന്തേവാസികൾക്ക് പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ ഓണക്കോടിയും ഒരു പിടി അന്നവും എന്ന പരിപാടി നടത്താൻ തീരുമാനിച്ചിരുന്നു. നിങ്ങൾക്ക് മുണ്ടുകൾ തന്ന് സഹായിക്കാൻ, സെറ്റ് മുണ്ട് തന്ന് സഹായിക്കാൻ പറ്റുന്നവർ തരണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഈ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ പുറത്ത് വിട്ടു. അപ്പോൾ ഈ വിട്ട സമയത്ത് എന്തെന്നില്ലാത്ത സന്തോഷം എനിക്കുണ്ടായത്. ആദ്യം എന്നെ വിളിക്കുന്നത് പനച്ചമൂട് പള്ളിയിലെ മുൻ സെക്രട്ടറി ആയിരുന്ന നമ്മുടെ സലീം, എൻ്റെ സുഹൃത്തും കൂടിയാണ്, കളരിവാതക സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചാണ്. അപ്പം ഷാജിയും സലീം കൂടാണ് എനിക്ക് 25 പേർക്ക് കൊടുക്കാനുള്ള വസ്ത്രം എത്തിച്ചു തന്നു. അങ്ങനെ മുൻ കമ്മിറ്റി മെമ്പർ, ആ വാർഡിൽ പ്രതിനിധീകരിക്കുന്ന കമ്മിറ്റി മെമ്പറാണ്. മുൻ കമ്മിറ്റി മെമ്പറായിരുന്ന ഷാജിയും കൂടിയാണ് എനിക്ക് ഈ വസ്ത്രങ്ങൾ എത്തിച്ചത്, 25 പേർക്ക് കൊടുക്കാനുള്ള വസ്ത്രങ്ങൾ എത്തിച്ചത്. അത് ഇന്നും തുടർന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ചെയ്ത കർമ്മം ഇന്നും തുടർന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അമൃതജ്യോതി ഡിവൈൻ സൊസൈറ്റി, പിന്നെ ബോംബെ ആസ്ഥാനമായി തെറ്റിപ്പോയി, ബോംബെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അമൃതജ്യോതി ഡിവൈൻ സൊസൈറ്റി, ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലയാളി അസോസിയേഷൻ,
ഇവരെല്ലാം ഇതിനകത്ത് പങ്കുചേരുന്നുണ്ട്. ഈ കഴിഞ്ഞ ഓണപ്പുടവയുമായിട്ട് പിന്നെ അതുപോലെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് കൊറിയറായി വരുന്നുണ്ട്, അയച്ചു തരുന്നുണ്ട് വസ്ത്രങ്ങൾ അയച്ചു. അങ്ങനെയൊക്കെയാണ് ഈ പ്രോഗ്രാം ഇന്ന് ഈ നില വരെ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ അഭിമുഖം നടത്തുമ്പോൾ ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ 2025 ഓണത്തിന് നമ്മളിത് വിപുലീകരിച്ച് പരമാവധി ഇരട്ടിയാക്കാനുള്ള ശ്രമം നടത്തുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷ ഈ ജയനുമായിട്ടുള്ള അഭിമുഖത്തിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കും എന്നുള്ളതല്ലേ ജയന്റെ അല്ല, ഇപ്രാവശ്യം ഞാൻ എല്ലാ പ്രാവശ്യം 500 പേർക്കുള്ള ഫുഡാണ് ഇവിടെ കൊണ്ടുപോയി. ഇപ്രാവശ്യം 700 പേർക്കുള്ള ഫുഡ് കൊണ്ടുപോയിട്ടും ആ ഫുഡും അവിടെ തികഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ്. അവിടെ തികഞ്ഞിട്ടില്ല. ഈ അഭിമുഖത്തിന് എന്നോടൊപ്പം പങ്കുചേർന്നതിന് ജയന് എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാ സന്തോഷവും ഞാൻ ഭാവവും നേരുകയാണ്. വളരെ തിരക്കുകൾക്കിടയിലും എന്നോടൊപ്പം ഒരല്പസമയം ചിലവഴിച്ച ശ്രീ ജയൻ അമൃത, അങ്ങയ്ക്ക് 1000 നന്ദി. താങ്ക് യു.